എന്താ അത്? ആ ശാരദയോ മക്കൾ ആരെങ്കിലും കണ്ടുവന്നാ തെറിയുടെ പൂരാ. നാളെ ഞാനൊരു ഓലെടുക്കാൻ വന്നിട്ട് എന്റെ അപ്പോ പിന്നെ പറയാത്ത ഒന്നുമില്ല. എനിക്ക് അവരുടെ ഒരു തേങ്ങയും വേണ്ട, ഒരു ഈർക്കില് പോലും വേണ്ട. ഈ പെരയിങ്ങിട്ട് നശിപ്പിക്കരുതല്ലോ. ഈ മാസം മണിയേട്ടനെ പോയി കണ്ടിരുന്നു സരോജിനേച്ചിയെ? കണ്ടു. അടുത്ത മാസം വരും മണിയേട്ടൻ. അതാണ് മൂത്തൊരു വെട്ടം. മണിയേട്ടൻ വന്നാ പിന്നെ ഒരു ബെല്ല് നടക്കുന്നു. ശാരദ, എടോ നിക്കൂ. ശാരദ, നിങ്ങൾ ഈ പിന്നെ കിടന്ന് വിളിക്കാൻ പോകുന്നുണ്ടോ? ഒരു വീട് വാതിൽ വിളിച്ച് അകത്ത് കയറിട്ട് മിണ്ടാണ്ടിരിക്കാനോ? ഏയ് സാരല്ല, എന്നെ കൂടെ ഒന്ന് പറയിപ്പിക്കാം. വഴക്കൊന്നും ഉണ്ടാക്കണ്ട. എന്തൊക്കെയും നല്ല കാര്യമില്ല അവള് ചെയ്ത. നല്ല കാര്യം എന്നെ അറിയില്ല അവൾക്ക്. അങ്ങോട്ട് ചെല്ലട്ടെ ഞാൻ. തന്റെ ഇടം കാട്ടിട്ട് അകത്തേറി ഒളിച്ചിരിക്കണോടി. ഇറങ്ങി വാടി ഇങ്ങോട്ട്. ശാരദ, ഇറങ്ങി വാടി നാഗേച്ചി. എടേ, നിന്റെ അച്ഛൻ സംഭവിച്ച മുതലാണോടി കാര്യം ഒന്ന് കൈയടക്കാൻ. ശാരദത്തി, എന്റെ മുറ്റത്തൊന്നും ചലക്കരുത്. ചലിക്കൊടി. എന്ത് അധികാരത്തിലാടി നീ എന്റെ വീട്ടിൽ കയറിയത്? എന്ത് അധികാരത്തിലാടി പുതിയ കുറ്റം കൊടുത്തിട്ട് പൂട്ടിയത്? അധികാരമുണ്ട്, എന്നോട് പറഞ്ഞിട്ടാ നിങ്ങളുടെ ആങ്ങള. ഞാൻ കേട്ടോളെ, എന്റെ ആങ്ങള നിന്റെ ആരാടി? നിന്റെ സംബന്ധക്കാരനോ? അത് നിങ്ങളുടെ ആങ്ങളോട് തന്നെ ചോദിക്കും. കേക്കട്ടെ, നാട്ടുകാരെല്ലാം കേക്കട്ടെ. ഇത്ര എളുപ്പം പോലെ എന്റെ ആങ്ങളായിട്ട് വട്ടം ചുറ്റി അവസാനം ഒരു കൊലപാതകയാക്കി. മതി വായിട്ടലച്ചത്. ഒരാങ്ങള പെങ്ങള്, എന്നിട്ടിപ്പോ കൊല്ലം 7 ആയല്ലോ. ഒന്ന് തിരിഞ്ഞു നോക്കാറുണ്ടോ ഈ പെങ്ങള്? ഒരു പെൺകുട്ടിയുള്ളത് അമ്മാമാരുടെ അടുക്കളയിൽ പാത്രം കഴുകുക. ഒന്ന് അന്വേഷിച്ചിട്ടുണ്ടോ നിങ്ങള്? എന്നിട്ടിപ്പോ അധികാരം ചോദിച്ചാലോ നിങ്ങൾ ആരാ? മനസ്സിലായില്ല. എന്താ ഉണ്ടാട്ടം മുട്ടിയോ? ചെതലൊന്ന് തീർക്കാണ്ട് ആ വീടൊന്ന് അടിച്ചു വാരിയിട്ടത് ഇത്ര വലിയ കുറ്റമാണെങ്കിൽ നിങ്ങളോണ്ട് കേസ് കൊടുക്ക്. ഇനി ഞാനത് ചെയ്യും. 1 മാസം കഴിഞ്ഞ് ആ മനുഷ്യൻ വരും. വരുമ്പോ എന്നെ വിളിച്ച കൂടെ പോയി പൊറുക്കുകയും ചെയ്യും. എന്താ ചെയ്യാന്ന് വെച്ചാ ചെയ്യ്. അത് പറ. അപ്പൊ അതാ നിന്റെ ഉള്ളിലിരിപ്പല്ലേ? കേട്ടോ, എല്ലാരും കേട്ടില്ലേ? അതെ, അത് തന്നെയാ. ഈ പ്രായത്തിനിടയ്ക്ക് ഒരാൾക്കേ ഞാൻ മനസ്സ് കൊടുത്തിട്ടുള്ളൂ. 2-3 മാസം ഒരാളുടെ കൂടെ കഴിഞ്ഞാൽ ശരിയാ. ഒരു കുട്ടിയുണ്ടായി. ആ മനുഷ്യന്റെ മുഖം പോലും എനിക്ക് ഓർമ്മയില്ല. എന്നെ തൊട്ടത് ഞാൻ അറിഞ്ഞിട്ടില്ല. അന്ന് മനസ്സിൽ ഒരാളേ ഉള്ളൂ, ഇന്നും അതെ. മരിക്കണതിന് മുമ്പ് ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം അതിനു വേണ്ടിയാ ഞാൻ ജീവിക്കണേ. നടക്കില്ലടി. എന്റെ പേര് ശാരദ. നടക്കില്ല. നാട്ടിലുള്ള ആണുങ്ങളും നിങ്ങളെ പറ്റി അല്ല മനുഷ്യ. കുട്ടി, വിദ്യാധരനൊരു വിസിറ്റർ ഉണ്ട്. വിദ്യാധര, നിന്നെ കാണാൻ ആള് വന്നിട്ടുണ്ട്. ഗഡി വന്നിട്ടുണ്ടല്ലേടാ. എന്തിനാ എപ്പോഴും ഇങ്ങനെ ഓടി ഓടി വരണേ? ഒരു ഭൂകമ്പം ഉണ്ടായി നാട്ടില്. ശാരദയത്തി ഞാൻ തമ്മിലൊന്ന് മുട്ടി. കൊറേയൊക്കെ ഞാൻ കേട്ടു. എന്നിട്ട് ഞാനും 4 വർത്താനം പറഞ്ഞു. എന്തിനാ വെറുതെ? ഞാൻ അടുക്കളയുടെ ഭാഗത്ത് ദ്രവിച്ച് എന്ന വാതിലൊരെണ്ണങ്ങട് കേറി. ചെതലും പൊടിയൊക്കെ തട്ടി വെടുപ്പാക്കി. പാമ്പും മെലിയും മരപ്പട്ടിയും മാറാലേയും ആകെ നശിച്ചു ആ പേര. എന്നിട്ടൊരു പുതിയ കുറ്റിയും കൊടുത്തിട്ട് പൂട്ടി. ഇപ്പൊ എന്റെ പേരിൽ പോലീസിലെ കേസ് കൊടുക്കുന്ന പറഞ്ഞിരിക്ക. ഇതൊക്കെ ഞാൻ വന്നിട്ട് പറയാ. ഇനിയിപ്പൊ അനുവാദം ചോദിക്കാനും പറയാനൊന്നും കാക്കില്ല. ശ്രീകുട്ടിയെ വിളിച്ചോണ്ടൊന്ന് ഞങ്ങളുടെ അമ്മയും മോളും കൂടെ അങ്ങോട്ട് താമസിക്കും. ആ, ഒരു നല്ല വിശേഷം ഉണ്ട് കേട്ടോ. ശ്രീകുട്ടി അവളൊരു പെണ്ണായി. വയസ്സറിയിച്ചു.
ഞാൻ അവിടെ കാണാൻ ചെന്നിട്ട് കാണിച്ചില്ല, ആട്ടി പുറത്താക്കി. എന്നാലും ഞാൻ കണ്ടു കള്ളന്മാരെ പോലെ പാത്തും പതുങ്ങിയും. അപ്പോഴാ വിശേഷം അറിയണേ. അവളവിടെ വലിയ വിഷമത്തില. അമ്മായി നല്ല വിത്ത, ഒരു സമാധാനം കൊടുക്കില്ല. പഠിപ്പ് നിർത്തി, അരപ്പരീക്ഷയ്ക്ക് ഒരു വിഷയത്തിന് തോറ്റുത്രേ. അടുക്കളപ്പണി കഴിഞ്ഞിട്ട് പഠിക്കാൻ നേരം ഉണ്ടാവോ? അവള് കറുത്തു, പൊന്നുപോലെ ഇരുന്ന് എന്റെ മോള് കറുത്തു. പഴയ നിറമൊക്കെ പോയി, ആ ചിരി മാത്രം ഉണ്ട് ഇപ്പൊ. അമ്മായിയുടെ അനിയത്തിയുടെ കുട്ടിയെ നോക്കാൻ ബോംബെക്ക് കൊണ്ടുവന്ന് പേടിച്ചിരിക്കുക പാവം. എന്റെ കുട്ടി എങ്ങോട്ടും വിടരുത്. ഞാൻ വിളിച്ചു, എന്റെ കൂടെ പോരാൻ പേടി. അവര് വല്ല പോലീസിലും പറഞ്ഞ രണ്ടാളും പെടും. എന്തിന്? ഇപ്പോഴത്തെ കാലം അറിയോ? അവിടുന്ന് ഇവിടുന്നൊക്കെ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടു പോവുകയും എന്റെ മിനിക്കുട്ടിയെ പോലെ. എത്ര സംഭവങ്ങളാന്നറിയോ? നോക്കി നോക്കി ഇരിക്കാണ്ട് ചോറ് വാരി തിന്നിടോ. ചോറ് സർക്കാരിനാണെങ്കിലും വയറ് നമ്മുടെ കേട്ടോ. വെടി വന്നിട്ട് എന്ത് പറഞ്ഞടാ? ഇങ്ങനത്തെ ഒരു സാധനം നാട്ടിലുണ്ടായിട്ടും പറോളിന് പോകാത്ത ഇവനെയൊക്കെ സമ്മതിക്കണം കേട്ടോ. അല്ലടാ മൊയ്തീനെ, ഇവനതൊന്നും ഇല്ലേ? നിനക്കെന്താ ഗർഭമുണ്ടോ ഓക്കാനിക്കാൻ? ആവശ്യമില്ല, പിന്നെ എന്തിനാ വാങ്ങണേ? മറ്റുള്ളവർ തിന്നൂല്ലോ. തിന്നേയില്ല, തീറ്റിക്കയില്ല. ഇപ്പൊ എന്താ പെട്ടെന്ന് പരോളി പോണെന്ന് തോന്നാൻ? സരോജിനി പറഞ്ഞിട്ടാ? മോളെ കാണണം. അത് ശരി. എടാ കഷ്ടി ഇനി ഒരു മാസേലുള്ളൂ. പരോളിന് അപ്ലിക്കേഷൻ കൊടുത്ത് അത് ഓർഡറായി വരുമ്പോഴേക്കും നീ നാട്ടിലെത്തിയിട്ടുണ്ടാവും. അതുപോലെ ഒരു മാസം പെട്ടെന്ന് അങ്ങോട്ട് പോവില്ലടാ. സൂപ്രണ്ട് എന്ത് പറഞ്ഞു? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ. എന്താ എന്താടോ? എടോ ഇതേരാ എന്റെ മോള്. എടോ താൻ എന്റെ കാര്യം ഒന്ന് ആലോചിച്ചു. ഭാര്യയും 2 പെൺകുട്ടികളും, ചാവാൻ കിടക്കുന്ന ഒരമ്മയും. എനിക്കിനി 4 കൊല്ലം കൂടെ കഴിയണം. 2-3 ആഴ്ച കഴിഞ്ഞാൽ താൻ ഇറങ്ങല്ലേ. പിന്നെ മോളുടെ കൂടെ തന്നെ ജീവിക്കാമല്ലോ. പണ്ടാറടങ്ങാൻ ബാക്കിയുള്ളവർ ഉറക്കൂല. എന്റെ കുട്ടിയെ ഒന്ന് കണ്ടാ മതി എനിക്ക്. കിടന്നോ കിടന്നോ. നമസ്കാരം സാർ. അല്ല, തോരണങ്ങൾക്ക് ഇത് മതിയോ? കഴിഞ്ഞ കൊല്ലത്തെ കുറച്ച് എടുത്തു വെച്ചിട്ടുണ്ട് സാർ. ഒരു സ്വാതന്ത്ര്യ ദിനത്തിനാവട്ടോ പഴയതൊക്കെ എടുത്ത് കെട്ടുക? എടോ ഈ ആഘോഷം എന്നൊക്കെ പറയുന്നത് എന്താ? ഈ ഒരുക്കങ്ങളും ഏർപ്പാടുകളൊക്കെ അല്ലേ? അല്ലേ ഗോവിന്ദ? അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി കടലാസ് വേണ്ടി വരും സാർ. എന്താ വേണ്ടെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, കിട്ടിയിരിക്കും. അല്ല, നാടകം എന്തായി? റിഹേഴ്സൽ നടക്കുന്നുണ്ട്. ആൻഡപ്പനാ പെൺവേഷം. അപ്പോ നായികയ്ക്ക് നല്ല മസിലുണ്ടാവുമല്ലോ. സൂപ്രണ്ടിന് തലയ്ക്ക് വെളിവില്ലെന്നേ. ജയിലിൽ എന്തൊരു സ്വാതന്ത്ര്യദിനം.
വെറുതെ കാശുകളെ. ഇൻമേറ്റ്സിനൊരു രസം. ഓ പിന്നെ തടവുകാരെ രസിപ്പിക്കാനല്ലേ ജയില്. നാടകത്തിന്റെ റിഹേഴ്സൽ നന്നായിട്ടുണ്ട്. ഇതിന്റെ പേര് തോന്നി മതി മതി, എല്ലാവരും പോയി കുളിക്കേ. ആ വല്ലോ പറ്റേ ഇല്ല. വാടേ വാടേ.